ഹലോ എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 ഫെബ്രുവരി മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ഈജിപ്ത്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സ്പെയിൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരോ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരോ സംസ്ഥാനത്തെ ഗോത്ര നാടൻ കലാകാരന്മാരുമാണ് ആദ്യമേളയിലെത്തിയത്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാന് ഭാർഗവൻ പിള്ളയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാന് ഭാർഗവൻ പിള്ളയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പുലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പുലിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയാണ്. നിലവിലെ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആണ് OS ഉണ്ണികൃഷ്ണൻ. നിലവിലെ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ OS ഉണ്ണികൃഷ്ണനാണ്. 2025 സ്വച്ഛത പക്വാദ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പാരാദ്വീപ് പോർട്ട്. ഒഡീഷയിലെ പാരാദ്വീപ് പോർട്ടാണ് 2025 സ്വച്ഛത പക്വാഡ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയിലെ പാരാദ്വീപ് പോർട്ടാണ്. 2026 ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ ഏത് പദ്ധതിക്കാണ് ലോകബാങ്ക് $830 ബില്യൺ വായ്പ അനുവദിച്ചത്? PM സേതു പദ്ധതിക്കാണ്. 2026 ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ ഏത് പദ്ധതിക്കാണ് ലോകബാങ്ക് $830 മില്യൺ വായ്പ അനുവദിച്ചത്? PM സേതു പദ്ധതി. അതിന്റെ ഫുൾ ഫോം ആണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് ആശ്വാസമായിട്ട് RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി തുക 25,000 രൂപയാണ്. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് ആശ്വാസമായിട്ട് RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി തുക 25,000 രൂപയാണ്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായി 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് രാജസ്ഥാനിലെ ആൽവാർ ജില്ല. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ആൽവാർ ജില്ല, രാജസ്ഥാനിലെ ആൽവാർ ജില്ല. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ വിവരങ്ങളോ വിവിധ ചികിത്സാ പദ്ധതികളോ അറിയാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കേരള ആരോഗ്യ വകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 104. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ വിവരങ്ങളും വിവിധ ചികിത്സാ പദ്ധതികളും അറിയാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കേരള ആരോഗ്യ വകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 104. പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ജേതാക്കളായ ടീമാണ് ആഴ്സണൽ വുമൺ FC. പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ജേതാക്കളായ ടീമാണ് ആഴ്സണൽ വുമൺ FC ആണ്. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച് സർവീസസിന് എട്ടാമത്തെ കിരീടം നേടി. 2026 ഫെബ്രുവരിയിൽ നടന്ന ജപ്പാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഭൂരിപക്ഷം നേടുകയും ഭരണം നിലനിർത്തുകയും ചെയ്ത ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സനെ തകായിച്ചി. 2026 ഫെബ്രുവരിയിൽ നടന്ന ജപ്പാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഭൂരിപക്ഷം നേടുകയും ഭരണം നിലനിർത്തുകയും ചെയ്ത ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സനെ തകായിച്ചി. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന പദവിയിലെത്തിയത്, സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന പദവിയിലേക്ക് എത്തിയത് ന്യൂഡൽഹിയാണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ സംസ്ഥാനം എന്ന പദവിയിലെത്തിയത് ന്യൂഡൽഹിയാണ്. വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായിട്ട് DRDO വികസിപ്പിച്ചെടുത്ത നൂതന സംവിധാനമാണ് സ്വദേശ് സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം ആണ് സ്വദേശ്. വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായിട്ട് DRDO വികസിപ്പിച്ച നൂതന സംവിധാനമാണ് സ്വദേശ്. ബ്രെയിലി ലിപിയിലൂടെ നിയമം പഠിച്ച് 1ാം റാങ്ക് നേടിയ C. തന്യാനാഥൻ കാഴ്ച പരിമിതിയുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ന്യായാധിപയാകും. കാഴ്ച പരിമിതിയുള്ളവർക്ക് അവസരം നൽകണമെന്ന് കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയാണ് 24-കാരിയായ തന്യ നീതിന്യായ ചരിത്രത്തിലെ അപൂർവ നേട്ടത്തിന് അർഹയാകുന്നത്. തന്യാനാഥൻ സംസ്ഥാനത്തെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ജഡ്ജിയാകും. തന്യാനാഥൻ 2026 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ലോകത്തിലെ
എത്രാമത്തെ ശക്തമായ രാജ്യമായിട്ടാണ് ഇന്ത്യ റാങ്ക് ചെയ്തിരിക്കുന്നത്? 4ാമത്തെ രാജ്യമാണ്. 2026 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം. ISROയുടെ ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചന്ദ്രനിലെ പർവ്വത മേഖല ഏതാണ്? മോൺസ് മൗണ്ടൻ ആണ് ISROയുടെ ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചന്ദ്രനിലെ പർവ്വത മേഖലയാണ് മോൺസ് മൗണ്ടൻ. കേരളത്തിലെ 23 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ 23 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷം തൊഴിലാളികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി തന്നെ രക്ഷാകവചം. ജോലി സ്ഥലത്തോ അല്ലാതെയോ ആകസ്മികമായിട്ട് മരണപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം ലഭ്യമാകും. പോർച്ചുഗീസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സോഷ്യലിസ്റ്റ് നേതാവാണ് ആന്റോണിയോ ഹോസെ സെഗൂറോയാണ് പോർച്ചുഗീസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സോഷ്യലിസ്റ്റ് നേതാവ്. കേരളത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ സ്ലെൻഡർ ബോംബാർഡിയർ തുമ്പിവർഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ലിറിയോതെമിസ് കാരലൻസിസ്. കേരളത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ സ്ലെൻഡർ ബോംബാർഡിയൻ തുമ്പിവർഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ലിറിയോതെമിസ് കാരലൻസിസ്. നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി കരിയറിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ഉയർത്തിയത് കാർലോസ് അൽക്കാരസ്. കരിയറിലെ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്പെയിൻകാരനായ അൽക്കാരസ് സ്വന്തം പേരിലാക്കി. നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി കരിയറിൽ ആദ്യമായി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ഉയർത്തിയതാരാണ്? കാർലോസ് അൽക്കാരസ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ തോൽവി വഴങ്ങിയെന്ന സവിശേഷതയുമുണ്ട്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? അത് എലീന റബാക്കിനെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. റണ്ണറപ്പ് ആയത് ആര്യാന സബലങ്കയാണ് റണ്ണറപ്പ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലീന റബാക്കിനെയാണ്. എലീന റബാക്കിനയുടെ കരിയറിലെ ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടവും രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടവുമാണിത്. യാത്രാ ഗതാഗതത്തിനായിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. യാത്രാ ഗതാഗതത്തിനായിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 68ാമത് ഗ്രാമി അവാർഡിൽ 2026 മികച്ച ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിലെ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ദലൈലാമ. 68ാമത് ഗ്രാമി അവാർഡിലെ മികച്ച ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിലെ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ദലൈലാമ. പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് മെഡിറ്റേഷൻസ് ദി റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദി ദലൈലാമ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലനാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലൻ. അവാർഡിന് അർഹമായ കൃതിയാണ് 2021 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത്. അവാർഡിന് അർഹമായ കൃതിയാണ് 2021 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. എന്നാൽ 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് K അരവിന്ദാക്ഷന്റെ നോവല് ഗോപ എന്ന നോവലിനാണ് K അരവിന്ദാക്ഷന് 2024 ലഭിച്ചത്. 2025 EP രാജഗോപാലിന്, 2024 K അരവിന്ദാക്ഷന്, 2023 PN ഗോപികൃഷ്ണന്. 2023 PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിയായിരുന്നു ഈ കൃതിക്കായിരുന്നു പുരസ്കാരം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലൻ. 2024 K അരവിന്ദാക്ഷന്. 2023 PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയൻ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. തുളസീദാസ രാമായണം എന്ന വിവർത്തന കൃതിക്കാണ് ആദ്യത്തെ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റാണ് ഭൗമശാസ്ത്ര നോബൽ ഓഫ് ജിയോ സയൻസസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2026
ക്രാഫോർഡ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് വീരഭദ്രൻ രാമനാഥൻ. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന 2026 ക്രാഫോർഡ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് വീരഭദ്രൻ രാമനാഥൻ. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതിയുടെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്? അത് 41%. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതിയുടെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്? വെർട്ടിക്കൽ ഡെവല്യൂഷൻ നൽകേണ്ടത് 41%. 41%. 2026 ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെയുള്ള 5 വർഷത്തേക്കാണ് ഈ ശുപാർശ ബാധകമാകുന്നത്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാനുള്ള അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. ധനകാര്യ കമ്മീഷൻ അംഗമായിട്ടുള്ള മലയാളിയാണ് ആനി ജോർജ് മാത്യു. ധനകാര്യ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആനി ജോർജ് മാത്യു ആണ്. ചെയർമാന് അരവിന്ദ് പനഗരിയ. നവീന സാങ്കേതിക വിദ്യകളായ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ സഹായത്തോടെ AKGയുടെ ജീവിതവും പോരാട്ടവും ആവിഷ്കരിക്കുന്ന മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? കണ്ണൂർ ജില്ലയിലെ പെർലശ്ശേരിയാണ്. നവീന സാങ്കേതിക വിദ്യകളായ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ സഹായത്തോടെ AKGയുടെ ജീവിതവും പോരാട്ടവും ആവിഷ്കരിക്കുന്ന മ്യൂസിയം എവിടെ വരുന്നത്? കണ്ണൂർ ജില്ലയിലെ പെർലശ്ശേരിയാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? അത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കുവാനായിട്ട് ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറിയപ്പോൾ പ്രതിരോധിക്കാൻ അനുമതി ലഭിച്ചില്ലെന്ന് പരാമർശമുള്ള മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ എഴുതിയ ആത്മകഥയുടെ പേരെന്താ? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയാണ്. ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറിയപ്പോൾ പ്രതിരോധിക്കാൻ അനുമതി ലഭിച്ചില്ലെന്ന് പരാമർശമുള്ള മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ എഴുതിയ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ഹിപ്പ് ഹോപ്പ് കലാകാരനാരാണ്? കെൻഡ്രിക് ലാമറാണ്. 26 എണ്ണാണ് ലഭിച്ചത്. ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ഹിപ്പ് ഹോപ്പ് കലാകാരനാണ് കെൻഡ്രിക് ലാമർ. 26 പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പഞ്ചാബിലെ ആദംപൂർ എയർപോർട്ടിന്റെ പുതിയ പേരെന്താ? ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട് എന്നാണ് പഞ്ചാബിലെ ആദംപൂർ എയർപോർട്ടിന്റെ പുതിയ പേര്. 2026 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായത് RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2026 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. തുടർച്ചയായ 4ാം തവണയും ഡൽഹി ക്യാപിറ്റൽസിന് ഫൈനലിൽ തോൽവി നേരിടേണ്ടി വന്നു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എവിടെയാണ് വരുന്നത്? അത് കോഴിക്കോടാണ്. കോഴിക്കോട് ചേവായൂരാട്ടോ. കോഴിക്കോട് ചേവായൂരിലെ 20 ഏക്കർ സ്ഥലത്താണ് ആശുപത്രി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ അവയവമാറ്റ ആശുപത്രിയും ലോകത്തിലെ തന്നെ 3ാമത്തെ സംരംഭവുമാണിത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താ? മോട്ടു എന്ന ആനക്കുട്ടിയാണ് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ടും ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനാണ് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ടും ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനാണ് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. ദേശീയ തലത്തിൽ ആദ്യ 10 എത്തിയതോടൊപ്പം 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് ഇരിട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും അധികം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച സാമാജികനാണ് M. മുരളി. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിലെ ഏറ്റവും അധികം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച സാമാജികനാണ് M. മുരളിയാണ്. 1991 മുതൽ 2011 വരെ 20 വർഷക്കാലം തുടർച്ചയായിട്ട് മാവേലിക്കര MLA ആയിരുന്നു M. മുരളി. കേരള നിയമസഭയിലെ ഏറ്റവും അധികം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച സാമാജികൻ അന്തരിച്ചു. ആരാണ്? M. മുരളിയാണ്. 2026 മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിന്റെയും പാരാലിമ്പിക്സിന്റെയും ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ്. അതായത് മാസ്കോട്ടാണ് ടീന ആൻഡ് മിലോ ആണ്. 2026 മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിന്റെയും പാരാലിമ്പിക്സിന്റെയും ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ് ടീന ആൻഡ് മിലോ. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ മിലാനോ കോർട്ടിന ചാമ്പ്യന്മാരായത് നോർവേ ആണ്. വിന്റർ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മെഡൽ നേട്ടം എന്ന സ്വന്തം
സ്വന്തം റെക്കോർഡ് തന്നെ അവർ തിരുത്തി കുറിച്ചു നോർവേ. 2025 വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ നടപടികൾ പൂർത്തിയാക്കി കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട്. ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അംഗമായ ആദ്യത്തെ വനിതയാണ് സൊറായ അഗായി. ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗമായ ആദ്യത്തെ വനിതയാണ് സൊറായ അഗായി. ഇറാനിൽ നിന്ന് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മത്സരിക്കുന്ന ആദ്യത്തെ വനിതാ താരമായിരുന്നു സൊറായ അഗായി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു. ഇറാനിൽ നിന്ന് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മത്സരിക്കുന്ന ആദ്യത്തെ വനിതാ താരമായിരുന്നു സൊറായ അഗായി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരെന്താ? ഭാരത് ടാക്സിയാണ്. ഭാരത് ടാക്സി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരാണ് ഭാരത് ടാക്സി. ആദ്യഘട്ടം ഡൽഹിയിലും ഗുജറാത്തിലും ആയിരുന്നു ഭാരത് ടാക്സി. അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത് വഞ്ചിയൂരാണ്. അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വഞ്ചിയൂരാണ്. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേരാണ് മീറ്റ് പോയിന്റ്. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേരെന്താണ്? മീറ്റ് പോയിന്റ്. അണ്ടർ-19 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 6ാം ലോക കിരീടം. ഇംഗ്ലണ്ടിനെ 100 റൺസിന് തകർത്ത് ഇന്ത്യ അണ്ടർ-19 ഏകദിന ലോകകപ്പ് കിരീടം നേടി. ഫൈനലിൽ 80 പന്തിൽ 175 റൺസ് നേടിയ ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശിയാണ് മാൻ ഓഫ് ദി മാച്ച്. അണ്ടർ-19 ക്രിക്കറ്റിലെ മാൻ ഓഫ് ദി മാച്ചാണ് വൈഭവ് സൂര്യവംശിയാണ്. ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആയുഷ് മാത്രയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആയുഷ് മാത്രേ. ഇന്ത്യയുടെ 6ാമത്തെ അണ്ടർ-19 ലോകകപ്പ് കിരീടമാണിത്. അണ്ടർ-19 6ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. മണിപ്പൂരിൽ 2026 ഫെബ്രുവരിയിൽ അധികാരമേറ്റ പുതിയ മന്ത്രിസഭയിൽ മണിപ്പൂരിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നെംച കിപ്ഗൺ ആണ്. മണിപ്പൂരിലെ 2026 ഫെബ്രുവരിയിൽ അധികാരമേറ്റ പുതിയ മന്ത്രിസഭയിൽ മണിപ്പൂരിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നെംച കിപ്ഗൺ ആണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞനും അശോക യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറുമായ വ്യക്തിയാണ് ആന്ദ്രെ ബറ്റേയി. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യ ശാസ്ത്രജ്ഞനും അശോക യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറുമായ വ്യക്തിയാണ് ആന്ദ്രെ ബറ്റേയി. കാസ്റ്റ്, ക്ലാസ് ആൻഡ് പവർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ്. 2005 രാജ്യ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ആന്ദ്രെ ബറ്റേയിയാണ് അശോക യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറും പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായിരുന്ന വ്യക്തി അന്തരിച്ചത് ആന്ദ്രെ ബറ്റേയി. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി ഔദ്യോഗികമായിട്ട് അവസാനിച്ചത് 2026 ഫെബ്രുവരി 5-നാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട്. അപ്പൊ ന്യൂ സ്റ്റാർട്ട് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായിരുന്നു? അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി ഔദ്യോഗികമായിട്ട് അവസാനിച്ചത് 2026 ഫെബ്രുവരി 5-നാണ്. ഇതിന്റെ പൂർണ്ണരൂപം ന്യൂ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. ബേപ്പൂർ മണ്ഡലത്തെ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. ബേപ്പൂർ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഭൂപടത്തിലേക്ക്. കോഴിക്കോട് നടന്ന ആഗോള ഉത്തരവാദിത്ത ടൂറിസം മീറ്റിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച ഈ പ്ലേസിലാണ് ബേപ്പൂർ മണ്ഡലത്തെയാണ്. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഭാർഗവൻ പിള്ളയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പുലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. നിലവിലുള്ള ഫോക്ലോർ അക്കാദമിയുടെ ചെയർപേഴ്സൺ OS ഉണ്ണികൃഷ്ണനാണ്. 2025 സ്വച്ഛത പക്വാഡ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ തുറമുഖം ഒഡീഷയിലെ പാരാദ്വീപ് പോർട്ടാണ്. 2025 സ്വച്ഛത പക്വാഡ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ പാരാദ്വീപ് പോർട്ടാണ്. ഓക്കെ, താങ്ക് യു.